ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാൻ മൂവി കണ്ടു. പടം കണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ ലൂസിഫറിന്റെ അത്രയും വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും വന്നിട്ടില്ല. ഇതൊരു നല്ല പടമാണ്. ഒരു ഇന്റർനാഷണൽ സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് സെക്ഷൻ ആണെങ്കിലും എല്ലാം ടെക്നിക്കലി നോച്ച് സാധനമാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മലയാളം മൂവിയായിട്ട് തോന്നത്തില്ല. ഇത് കേരളം ബേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ മൂവിയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നത്തുള്ളൂ. നമ്മൾ കേരളത്തെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതിന്റെ പേര് മാത്രം ഇതൊരു മലയാളം മൂവിയായിട്ട് നമുക്ക് തോന്നാറുണ്ട്. സോ ഹൈപ്പിനൊത്തുള്ള ഒരു വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. ബട്ട് ഇതൊരു നല്ല മൂവിയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇനി പറയാൻ വരുന്ന കാര്യങ്ങൾ കുറച്ച് സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പടം കാണാത്തവർ ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ, ബാക്കി കാണണ്ട. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം കുറെ ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ബ്രോ സ്പോയിലർ ആണ്. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളിനകത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്പോയിലർ ഒന്നും പറയുന്നൊന്നുമില്ല. ബട്ട് കുറച്ച് കാര്യങ്ങൾ മേ ബി നിങ്ങൾക്ക് പടം കാണുന്നതിന് മുമ്പ് പടം കാണാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്പോയിലർ ആകാം. അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇത് മേ ബി ചിലപ്പോൾ ഒരു മിക്സഡ് റിവ്യൂ ആയിരിക്കും. പക്ഷെ എനിക്ക് സാധനം വർക്കായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് എത്രമാത്രം കണക്ട് ആകുമെന്ന് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. കാര്യം ഈ ഒരു സിനിമയെ പറ്റി, അതിന്റെ പ്ലോട്ടിനെ പറ്റി കുറച്ചും കൂടെ ആധികാരികമായി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ഇത് ഭയങ്കര രസമായിട്ട് തോന്നുന്ന ഒരു കഥയാണ്. അല്ലെങ്കിൽ ഈ ഖുറൈഷി അബ്ര എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടും അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലും ചിലപ്പോൾ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി പടത്തിലോട്ട് വരുവാണെങ്കിൽ പടം തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഒരു കലാപം പോലത്തെ ഒരു സംഭവം കാണിച്ചിട്ടാണ്. ട്രെയിലറിനകത്ത് കണ്ടിട്ടുണ്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ. ആ ഫസ്റ്റ് 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ഹിന്ദിയാണ്. അതിനകത്ത് സബ് ടൈറ്റിൽ മാത്രമാണ് ഉള്ളത്. അത് ഇനിയിപ്പം സബ് ടൈറ്റിൽ വായിച്ച് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാം, നമുക്ക് മനസ്സിലാവും സംഭവം എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ആ ഒരു കലാപം നല്ല രീതിയിൽ കിടിലമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൊള്ളും. അതിനകത്ത് ഓരോ കാര്യങ്ങളും ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഫീൽ ഉണ്ടാക്കൂടെ, അതുപോലെ കൊണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴത്തെ സിനിമകളിൽ ഗർഭിണികൾക്ക് നേരെയുള്ള ഒരു വയലൻസ് അത് കുറച്ച് വരുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നന്റ് ലേഡീസിനെതിരെ ഒരു വയലൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കായിട്ടുള്ള എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് അത് ഹിറ്റ് ചെയ്യും. അതിപ്പോൾ പല സിനിമകളിലും കണ്ടുവരുന്നുണ്ട്. അതത്ര നല്ലൊരു പ്രവണതയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ വന്നിരുന്ന ആ സിനിമ കാണുമ്പോൾ അത് ചിലപ്പം അവർക്കതൊരു ഇതായിട്ട് ഫീൽ ചെയ്യാം. അത് ഞാൻ ഒരു പോരായ്മയായിട്ട് പറഞ്ഞതല്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സംഭവം പറഞ്ഞെന്ന് മാത്രം. അതിവിടെ പറയേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതൊരു ഹിന്ദി പടമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മൂവി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മലയാളം മൂവി ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും പെടുത്താം. കാര്യം ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് സാധനം പണിത് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പൈസ പോയത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ചോപ്പേഴ്സിന്റെ ബഹളമാണ് ഇതിനകത്ത്. പലതരത്തിലുള്ള, പല സൈസിലുള്ള, പല കളറിലുള്ള ചോപ്പേഴ്സ്. അർജാൻ പറഞ്ഞു ചോപ്പേഴ്സ്. പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, അത് ഞാനൊന്ന് വെക്കാം. റിലീസിന് ശേഷം ഞാൻ പറയാം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്ട് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു മേജർ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോടൊരു നരേഷൻ ചോദിച്ചു. അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ഈ സൂം കോളിൽ ഒരു നരേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിലെ പടം തുടങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി. ഞാൻ ആ സീൻ നരേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഇത് എങ്ങനെ ഷൂട്ട്, എങ്ങനെയാണ് ഇത് പുൾ ഓഫ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ മനസ്സിലൊരു രീതി, ഒരു മെത്തേഡ് ഉണ്ട്, അത് എടുക്കാൻ പറ്റും. പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് പറഞ്ഞു. അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ലിസണിങ്, ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്ത് കേട്ടോ. സോ പുള്ളി പറഞ്ഞ ഒരു സംഭവം വെച്ച് ഈ ഒരു സംഭവം മോഹൻലാലിന്റെ ഇൻട്രോനെ പറ്റിയാണ് പറയുന്നത്. അതൊരു മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അഡാറ് ഇൻട്രോ ആണത്. ഒരു 3 ചോപ്പർ വെച്ചിട്ടുള്ള ഒരു പരിപാടി. അത് ഒരു 3 ചോപ്പർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സാധനം, ആ ഒരു ഇൻട്രോ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ട ഒരു ലാൻഡ്സ്കേപ്പ് വേണം, ആ ഒരു സാഹചര്യം വേണം, ആ ഒരു ബ്ലാസ്റ്റിംഗ് ഒക്കെ പക്കാ സാധനമാണ്. അന്നേരം ബ്ലാസ്റ്റിങ്ങിന് അനുയോജ്യമായ ഒരു സ്ഥലം വേണം. അന്നേരം അങ്ങനത്തെ ഒരു സാധനങ്ങൾ അതെല്ലാം ഒത്ത് അടങ്ങി വന്നാൽ മാത്രമേ ആ ഒരു ഇൻട്രോയ്ക്ക് മുമ്പുള്ള ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അന്നേരം അത്രയും ഒരു സംഭവത്തിനിടയിലോട്ടാണ് ലാലേട്ടന്റെ ഒരു ലാലേട്ടൻ എൻട്രി അത് ഓക്കെയാണ്. പക്ഷെ ആ എൻട്രിക്ക് വേണ്ടിയിട്ട് ഇവര് ബിൽഡപ്പ് ചെയ്ത ഒരു സീൻ അത് ഹെവി സാധനമാണ്. അത് ഹെവി എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനമാണ്. നമ്മൾ ഹോളിവുഡ് മൂവി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര സംഭവമൊന്നും ഇല്ലെങ്കിൽ പോലും, പക്ഷെ നമ്മുടെ മലയാളം മൂവി വെച്ച് നോക്കുമ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചോപ്പർ പരിപാടിയാണ്. ഇതൊക്കെ എവിടുന്ന് ഈ ചോപ്പേഴ്സ് ഒക്കെ ഒറിജിനൽ തന്നെ ആയിരിക്കണമല്ലോ. അത് എവിടുന്ന് ഒപ്പിച്ചുണ്ട്? ചുമ്മാ ഇത്ര പൈസ ആയത്. ഇത് മൊത്തം ഇതിനകത്ത് പകുതി ബഡ്ജറ്റ്
ബഡ്ജറ്റിന്റെ ഒരു 30% ഈ ഹെലികോപ്റ്ററിന്റെ വാടകയാണെന്നാണ് തോന്നുന്നത്. കാര്യം അത്രത്തോളം ഹെലികോപ്റ്റേഴ്സും പ്ലെയിനും പരിപാടികളുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ലൂസിഫർ ഒരു 3 മണിക്കൂറിന് അടുത്തുള്ള ഒരു പടമാണെങ്കിൽ പോലും ലാലേട്ടന് അത് 10-15 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇതിനകത്തും. ലാലേട്ടനും ഒരുപാട് സ്ക്രീൻ സ്പേസ് ഒന്നും ഇല്ല ഇതിനകത്ത് ഒരുപാട് കാസ്റ്റ് ഉണ്ടായതിന്റെ പേരിൽ എല്ലാവരുടെയും സ്ക്രീൻ സ്പേസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. അത് മഞ്ജു വാര്യരുടെ ആണെങ്കിലും ടോവിനോന്റെ ആണെങ്കിലും അതിനകത്ത് ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെയും സ്ക്രീൻ സ്പേസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ വ്യക്തി തുടക്കം തൊട്ട് ഒടുക്കം വരെ അങ്ങനെ ലീഡ് ചെയ്ത് പോവല്ല. ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ കൂടാണ് പോകുന്നതെങ്കിലും ഈ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ബാക്കിയുള്ള ആളുകളുടെ നറേറ്റീവിലൂടെയാണ്. ഇപ്പൊ ഗോവർദ്ധൻ അതിനകത്തൊരു ക്യാരക്ടറാണ്. പിന്നെ IB ഓഫീസർ വരുന്നുണ്ട്, അതാണ് കിഷോർ അഭിനയിച്ച IB ഓഫീസർ. അതുപോലെ തന്നെ വില്ലനായിട്ട് അഭിനയിച്ച മറ്റേ പുള്ളി ഉണ്ടല്ലോ ട്രെയിലറിനകത്ത് കാണിച്ച പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹമൊക്കെ നല്ല കിടിലം സെറ്റായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ക്യാമിയോ റോൾസിനെ പറ്റി പറഞ്ഞു, അത് മമ്മൂട്ടിയും ഇല്ല, അമീർ ഖാനും ഇല്ല, ഷാരൂഖ് ഖാനും ഇല്ല, ഒരു മാങ്ങാണ്ടി മോറിനും ഇവിടെ ക്യാമിയോ റോൾസ് ആയിട്ടൊന്നും ഇതിനകത്ത് ഇല്ല. ക്യാമിയോ റോളേ ഇല്ല ഇതിനകത്ത്. പിന്നെ ക്യാമിയോ റോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അത് ഞാനായിട്ട് എന്തെങ്കിലും പറയുന്നില്ല, അത് ഓൾറെഡി എല്ലാവരും അറിഞ്ഞതാണ്. ഇപ്പൊ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ പടമൊക്കെ ഇന്റർനെറ്റ് കാണുമായിരിക്കും, അത് നിങ്ങൾ കണ്ടാൽ മതി. അത് അത്ര വലിയൊരു ക്യാമിയോ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടുമില്ല. അത് സത്യം പറഞ്ഞാൽ തേർഡ് L3 വരുമ്പോൾ L3 മെയിൻ വില്ലനാണ് അയാൾ. ആ ഒരു തേർഡിനകത്തോട്ടുള്ള ഒരു ഇൻട്രോ മാത്രമാണ് അങ്ങേർക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു സിനിമയുടെ സ്റ്റോറിയുടെ ഇടയ്ക്ക് ഒരു ക്യാമിയോ റോൾ അങ്ങനെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഈ സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഗോവർദ്ധന്റെ കയ്യിൽ വലിയൊരു ഫോൺ ഇരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ തന്നെ വിചാരിക്കും ഇതെന്തോടെ ഇവൻ ഇത്രയും വലിയ ഫോണായിട്ട് ഇരിക്കുന്നതെന്ന്. എന്നാലും ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ആ സീൻ അങ്ങോട്ട് അവസാനിക്കുമ്പോഴത്തേക്ക് ഗോവർദ്ധൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു സാറ്റലൈറ്റ് ഫോണാണ്, ഇത് ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ചെറിയ രീതിയിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് തന്നെ അവർ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ കാര്യം? ഇതൊരു നോർമൽ മൂവി അല്ലാത്തതുകൊണ്ട് പല ടേംസും പല കാര്യങ്ങളും നമുക്ക് വലിയ ധാരണയില്ല. അന്നേരം ഇതിനകത്ത് ചില ടേംസും കാര്യങ്ങളൊക്കെ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് രോമാഞ്ചം തോന്നിയ 3 സീൻ. ഫസ്റ്റ് ഖുറേഷി അബ്രാഡ് ഇൻട്രോ എന്ന് വെച്ചാൽ ലാലേട്ടന്റെ ഇൻട്രോ. സെക്കൻഡ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഇൻട്രോ, അതും ലാലേട്ടന്റെ ഇൻട്രോ ആണ്. പക്ഷെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഇൻട്രോ ആണ് ഹെവി സാധനം, ഹൈ ആയ സാധനം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആണ്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് രോമാഞ്ചം ഉണ്ടായത് ഒരു സാധനം മഞ്ജു വാര്യറിന്റെ ഒരു സീനുണ്ട്. അത് കഥയൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു സാധനം നമ്മൾ ഫസ്റ്റിനകത്ത് ജിതിൻ രാംദാസ് വന്നിട്ട് ഒരു സ്പീച്ച് നടത്തുമല്ലോ, അതുപോലെ സെയിം അതുപോലത്തെ ഒരു സാധനം ഇതിനകത്ത് ഉണ്ട്. അതിന്റെ ആ ഫസ്റ്റിന്റെ കുറെ ടെംപ്ലേറ്റ് എടുത്ത് ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ലാലേട്ടന്റെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, കടവുളെ പോലെ കാപ്പവൻ ഇവൻ, ആ ഒരു സെയിം അതുപോലത്തെ തന്നെ ഒരു സെയിം ഫൈറ്റ് ഇതിനകത്തും അവർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജിതിൻ രാംദാസിന്റെ ഒരു സ്പീച്ച്, അതുപോലെ തന്നെ ആ ഒരു സെയിം കൈൻഡ് ഓഫ് സാധനം ഇവിടെ മഞ്ജു വാര്യറിനും കൊടുത്തിട്ടുണ്ട്. അന്നേരം ലൂസിഫറിനകത്ത് എന്തിനൊക്കെയാണോ കൈയടി കിട്ടിയത് ആ കുറെ സാധനങ്ങൾ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ. പക്ഷെ സ്റ്റിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ലൂസിഫർ ഓർ എമ്പുരാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൂസിഫർ എന്നേ പറയത്തുള്ളൂ. എനിക്ക് ഫോർ മീ ഇതിനേക്കാളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മൂവി ലൂസിഫർ തന്നെയാണ്. അത് ലൂസിഫറിന്റെ മുകളിൽ ഈ ഒരു സാധനം ഒരു എന്റർടൈൻമെന്റ് നിലയിൽ അല്ലെങ്കിൽ ഭയങ്കര ഒരു ത്രില്ല് അങ്ങ് എക്സ്ട്രീം ഒരു അഡ്രിനാലിൻ റഷ് കിട്ടിയ ഒരു സാധനം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പടം നൈസാണ്, ബട്ട് ലൂസിഫറിന്റെ മുകളിലോട്ട് പോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയത്തുള്ളൂ. പക്ഷെ മേക്കിംഗ് ക്വാളിറ്റി വെച്ചിട്ട് മലയാള സിനിമയുടെ ഒരു ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മേക്കിംഗ് ക്വാളിറ്റി വെച്ചിട്ട് ലൂസിഫറിന്റെ മുകളിൽ പോയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ ഒരു ലാലേട്ടന്റെ മുണ്ടുമടക്കി അടി അല്ലെങ്കിൽ ലാലേട്ടന്റെ ഒരു സ്വാഗ്, ഒരു ഇതുണ്ടല്ലോ, ഒരു രോമാഞ്ചം സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ലൂസിഫറിൽ നമുക്ക് കിട്ടിയൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ലെവലിൽ ഈ സാധനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇതിനകത്ത് ചിലവർക്കെങ്കിലും ഇംഗ്ലീഷും ഹിന്ദിയും അറിയാത്ത ആളുകൾക്ക് ചിലപ്പം ലാംഗ്വേജ് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നാം. കാര്യം ഹിന്ദി പലയിടത്തും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, സബ് ടൈറ്റിൽ മാത്രമാണ് അവൈലബിൾ. ഇംഗ്ലീഷ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതിനിടെ സബ് ടൈറ്റിൽ മാത്രമാണ്. സബ് ടൈറ്റിൽ വായിച്ചിരിക്കേണ്ടി വരും ഈ ലാംഗ്വേജസ് അറിയാത്തവർക്ക്. അന്നേരം ചിലപ്പം ചില സ്ഥലങ്ങളിൽ ചെറിയതായിട്ട് മനസ്സിലാകായ്മ ഉണ്ടാവാം ചില ആളുകൾക്കെങ്കിലും. പിന്നെ ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് ടൊവിനോന്റെ ക്യാരക്ടറിനെ പറ്റി കുറെ അശരീരികൾ കേൾക്കുന്നുണ്ടായിരുന്നു. സോ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കേട്ട സംഭവം തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളും. എന്ന് പറയുന്ന ലെറ്ററിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇവർ ആ ഒരു ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സീനിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എനിക്ക് അത്ര അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. എൻ്റെ ഒരു പേഴ്സണൽ
പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, ഈ ട്രെയിലർ എനിക്ക് ഭയങ്കര ഒരു സ്പോയിലർ ആയിരുന്നു കേട്ടോ. ട്രെയിലറിൽ പല മേജർ സീൻസിന്റെയും സ്പോയിലേഴ്സ് ഉണ്ട്. ആ ട്രെയിലർ കാണണ്ടായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നി. ഇപ്പൊ ഒരു ട്രക്ക് വരികയാണ്, ട്രെയിലറിനകത്ത് ട്രക്ക് എക്സ്പ്ലോഡ് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അന്നേരം അത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതിപ്പോ എക്സ്പ്ലോഡ് ചെയ്യാൻ പോവാണ്. രണ്ടാമത് ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കുകയാണ്. അന്നേരം ആ ഒരു സീൻ നമ്മൾ ട്രെയിലറിൽ കണ്ടതിന്റെ പേരിൽ ആ ഒരു സീൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം. അന്നേരം ആ രീതിയിൽ ഒരു സ്പോയിലർ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ എനിക്ക് ഞാൻ ഒരു 4-5 വട്ടം ഈ ട്രെയിലർ കണ്ടുകൊണ്ട് അതിനകത്ത് ഈച്ച് ആൻഡ് എവറി ഷോട്ടും ആ ഒരു ട്രെയിലറിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഷോട്ടും എനിക്ക് ഓർമ്മ ഉണ്ടാണ്ട് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ ഇത് വരും, ഓക്കെ അടുത്തതായിരിക്കും നടക്കാൻ പോകുന്നത് ആ ഒരു ട്രെയിലർ കണ്ടതിന്റെ പേരിൽ. സോ ട്രെയിലർ കാണേണ്ടിയിരുന്നില്ല എന്ന് സിനിമ കണ്ടപ്പോൾ തോന്നി. പിന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ല, നൈസാണ്. അതിനകത്ത് എനിക്ക് ഇച്ചിരി ബോറായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അന്നേരം ആ ഫൈറ്റിനകത്ത് കത്തി ഇങ്ങനെ കൈമാറി ഒരു സാധനമുണ്ട്. അത് അത്ര അങ്ങോട്ട് എറിച്ചില്ല. ആ ഒരു തമിഴ് ടച്ച് വന്ന പോലെ ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം നൈസാണ്. പിന്നെ കം ടു ഇതിന്റെ മ്യൂസിക് സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ എല്ലാം ഒരു ഹൈ ആക്കുന്ന ആ ഒരു സീൻസിനെ ഹൈ ആക്കുന്ന തരത്തിലുള്ള മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഏതോ ഒരു ഹോളിവുഡ് മൂവിയെ നമ്മൾ കേട്ട് മറന്ന പോലുള്ള ചില മ്യൂസിക് ഒക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. സോ പടം മൊത്തത്തിൽ നൈസാണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മൂവി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് എക്സ്പെക്ടേഷൻ്റെ അത്രയും വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നേ എനിക്ക് പറയാൻ പറ്റൂ. നോട്ട് അപ് ടു ദ എക്സ്പെക്ടേഷൻ, ബട്ട് ഇറ്റ്സ് എ ഗുഡ് മൂവി. മാത്രമല്ല പല സ്ഥലങ്ങളിലും പടം ഇങ്ങനെ സ്ലോ ആവുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. 3 hours പോയ ഞാൻ അറിഞ്ഞിട്ടില്ല, ഉള്ള കാര്യം പറയാലോ. എനിക്ക് ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇത് കണ്ടത്. കാര്യം അത്ര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഓരോ സീൻ ബൈ സീനായിട്ട് ഞാൻ ഇരുന്ന് കണ്ടത്. അത്രയും ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. ബൈജുവിന്റെ 1-2 സീൻസ് ഉണ്ട്. പുള്ളിക്ക് വളരെ ലിമിറ്റഡ് ഡയലോഗ്സ് ഉണ്ടെങ്കിൽ പോലും നല്ല കുറിക്ക് കൊള്ളുന്ന കൈയടിക്കാൻ പറ്റുന്ന ഡയലോഗ്സ് ആണ് ബൈജുവിന്റെ. അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വലിയൊരു ചേഞ്ച് ഒന്നും ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നില്ലെങ്കിലും സുരാജിനെ കാണിക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ട്, നീ അണ്ണാന്നും പറഞ്ഞ് എന്റെ പുറം നടന്നിട്ട് അവസാനം അക്ഷരം മാറ്റി വിളിക്കുമോ എന്ന് ചോദിക്കുന്നൊരു സാധനമുണ്ട്. അത് അത്യാവശ്യം നൈസായിട്ട് കൈയടി മേടിച്ച ഒരു ഡയലോഗാണ്. അല്ലാതെ അതിനപ്പുറം സുരാജിന് പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാനില്ലായിരുന്നു. പിന്നെ ഇവർ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് കാണാത്തവർക്കും സെക്കൻഡ് കണക്ട് ആവുമെന്ന്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് കാണാത്തവർക്ക് എത്രമാത്രം ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇത്. ഫസ്റ്റ് കാണാത്തവർക്ക് അത്ര ഒരു ഫീലോട് കൂടി ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ ഫസ്റ്റ് കാണാത്ത ഒരു വ്യക്തിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവി ഒന്നും അല്ല. ഫസ്റ്റ് കാണണം, ഫസ്റ്റ് കണ്ടാലേ ഇതിന്റെ ഒരു സംഭവം കിട്ടത്തുള്ളൂ. സോ അത്രയാണ്. ഈ ഒരു പടം എന്തുകൊണ്ട് നിങ്ങൾ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് മാത്രം കണ്ടിരിക്കാം. കാര്യം അത്രത്തോളം സ്ഥലങ്ങളിൽ, അത്രത്തോളം രാജ്യങ്ങളിൽ, പലതരത്തിലുള്ള ടെറൈൻസിൽ പോയിട്ട് ഈ സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ദ്രജിത്തിന്റെ ഒരു സീനുണ്ട്. ഇന്ദ്രജിത്ത് മോഹൻലാലിനെ കാണണമെന്ന് പറയുമ്പോൾ ഒരു സീനുണ്ട്. ഈ പുള്ളിക്കാരനെ കണ്ണ് കെട്ടിയാൽ കൊണ്ടുപോകും. കണ്ണ് തുറക്കുമ്പോൾ ശിവനെ ഞാനിത് എവിടാ ഏത് രാജ്യത്ത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സീനാണ്. അത് ഭയങ്കര രസമായിരുന്നു ആ ഒരു സംഭവം. അപ്പം പടം മൊത്തത്തിൽ നൈസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് അഭിപ്രായം പറയും. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ചില നാടുകളുണ്ട് നമ്മുടെ അപ്പുറം ഇപ്പുറം വന്നിട്ട് ഈ സിനിമ തുടങ്ങി കഴിഞ്ഞിട്ട് ഈ ഫോൺ ഓണാക്കി പിടിച്ച് ഇങ്ങിരിക്കും. ഈ ഫോൺ ലൈറ്റ് മൂത്രം അടിക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വന്നു. എന്റെ അപ്പുറത്തിരിക്കുന്ന ഒരു പുന്നാര മോനും ഇപ്പുറത്തിരിക്കുന്ന ഒരു താന്തോന്നിയും ഈ രണ്ടവന്മാർ ഈ ഫോൺ, ഇവന്മാർക്ക് എന്തിനാണ് ഇവന്മാർ ഈ ഫോൺ നോക്കാനാണെങ്കിൽ രാവിലെ കെട്ടി എഴുന്നള്ളി തിയേറ്ററിലോട്ട് വരുന്നത് എനിക്ക് മനസ്സിലാവാത്തില്ല. ഇവർക്കൊക്കെ വീട്ടിൽ ഇരുന്നാൽ പോരെ. അവന് ഫോണും തൊലിച്ചു വെച്ച് എനിക്ക് ചൊറിഞ്ഞങ്ങോട്ട് വന്ന് മോന്ത പിടിച്ചങ്ങോട്ട് ഒരയ്ക്കാനാ തോന്നിയത്. നമ്മളത്ര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരുന്ന് കാണുവാണ്. അന്നേരമാണ് ഇവൻ ഈ ഫോണിനകത്ത് അത് ഹൈ ബ്രൈറ്റ്നസ് ഇട്ട് മൂത്തോട്ട് അടിക്കുന്നു. വെളിച്ചം പറയാതിരിക്കുന്നത് എങ്ങനെ. കൂടുതലൊന്നും പറയില്ല ഗൈസ്. എന്താണ് നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.